എന്നിട്ടാടോ വണ്ടി പോയി അണ്ണാന്റെ പോലെ ഇരിക്കണ്ടല്ലോ. എനിക്ക് വിശക്കുന്നുണ്ടോ. ഇങ്ങനെ നോക്കി വന്നപ്പോ യൂട്യൂബില് കൂന്തൽ നിറച്ചത് കോഴിക്കോട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഇത് കിടക്കുന്ന കണ്ടു. നമുക്കൊന്ന് പോയാലോ? ഈ പാതിരാത്രി നേരത്ത് സമയം എത്രയാന്ന് അറിയാം നിനക്ക്? ഉം നമുക്ക് ഇവിടെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ കോഴിക്കോട് വരെ പോകുമ്പോ എന്തുണ്ടാവും? പുലി കിടന്നിടത്തൊരു പൂടെങ്കിലും ഇല്ലാണ്ടിരിക്കില്ലേ? ഫ്രിഡ്ജിൽ പോയി നോക്കാം, എന്തായാലൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജില്. വായോ, എന്തായാലൊക്കെ ഉണ്ടാവും. ഫ്രിഡ്ജിൽ എന്താ ഉള്ളത്? ഫ്രിഡ്ജിൽ നോക്കിയടി, നല്ല അടിപൊളി തണ്ണിമത്തൻ. നമുക്ക് ഇത് ആണെങ്കിൽ തണ്ണിമത്തൻ വേണ്ട, ഞാൻ ജ്യൂസ് കുടിച്ചു. അല്ലെങ്കിൽ വിളിക്കുന്ന സിൽക്കിന്റെ പകുതി ഇരിക്കുന്നുണ്ട്. സ്നാക്സ് എന്തെങ്കിലും മതി. സ്നാക്സ് ബജ്ജിമുളക് ഇരിക്കുന്നുണ്ട്. ബജ്ജിമുളകും ഫ്രീസറിൽ ചിക്കൻ ഇരിക്കുന്നുണ്ട്. അതിട്ടൊരു വെറൈറ്റി പിടിച്ചാലെന്ന്. ബജ്ജിമുളകും ചിക്കനും വെച്ചിട്ട് വെറൈറ്റി കഴിച്ചിട്ടില്ല, നോക്കാം. നോക്കാം. നമുക്ക് ആദ്യം കഴുകിയെടുക്കാം. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് എത്ര ദിവസമായിട്ട് ഉപയോഗിച്ചിട്ടില്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് നല്ലപോലെ കഴുകാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? ഇതിലേക്ക് സബോള വേണം, പിന്നെ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കായപ്പൊടി വേണം, ചിക്കൻ വേണം. ചിക്കനൊക്കെ നമുക്ക് വെറൈറ്റി രീതിയിൽ ചെയ്യാൻ പോകണം. നമ്മൾ കണ്ടോന്നേ ചേട്ടൻ സ്ക്രീനിൽ ഇരിക്കാണ്. വെറുതെ ഇരിക്കാൻ പറ്റില്ല ചേട്ടാ, എന്തായാലും ചെയ്യണം. തിന്ന് ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ലേ, പണിയിട്ട് ഹെൽപ്പ് ചെയ്യണം. താലപ്പൊലി പിടിച്ച പോലെ നിൽക്കാണ്ട് നീക്കി പിടിക്ക്. ഇതായിരിക്കും ഇടാനാണ് അങ്ങനെ നീക്കി പിടിച്ചിരിക്കണത്. ഇത്ര എണ്ണം വേണോ? എന്തായാലും ഉണ്ടാക്കല്ല, ഒരു വഴിക്ക് പോണതല്ലേ. ചിലപ്പോ ഇത് നിനക്ക് തകയാണ്ട് വന്നാലോ, അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, സബോള ആണ് വേണ്ടത്. ഒന്ന് കഴുകിയെടുക്കാതെ ഇത് വെളുക്കുള്ള ഒരു പണിയാണിത്. നോക്കി നിൽക്കണ പോന്നോ, ഇതൊക്കെ നിനക്കുള്ള പണിയാ. ഇത് പോന്നോ, ഇതൊക്കെ ഇരുന്ന് വേണം നന്നാക്കി കേട്ടോ. ആ സബോള എടുത്തുതരാം, കാര്യങ്ങളൊക്കെ എടുത്തുതരാം. വായോ. വേണ്ടാത്ത പണിയായിരുന്നല്ലേ ശരത്തെ? ഉള്ളത് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാ മതിയായിരുന്നു. മോളെ, ഈ മല്ലിയും ഇതൊക്കെ സബോള ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? അതിനെ കൊത്തി കൊത്തി ചെറുതാക്കി കുനു കുനു അല്ലാണ്ട് ഇത് ചിക്കൻ അരിഞ്ഞ പോലെ അരിഞ്ഞിട്ട് കാര്യമില്ല. ഇഞ്ചിയും ഈ പച്ചമുളക് ഈ വെളുത്തുള്ളി എല്ലാം കുനു കുനു കൊത്തി കൊത്തി അരിയണം. എന്നിട്ടാണ് കാര്യങ്ങള് ഇതിരിയണം. മനസ്സിലായ? ഇത് ഏതാണ്ട് മറ്റേതിന് വെച്ചിട്ടുള്ള പോലെ ഇട്ടിട്ട് കാര്യമില്ല. അതിങ്ങനെ കനം കുറച്ചരി. അപ്പൊ ഇനി കുനാന്ന് അരിഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. എന്തായാലും ചേർത്ത അതിന് മുന്നായിട്ട് നമുക്ക് ഒരു കാര്യം, ചിക്കനില്ലേ, ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് കഴുകി ഇതിന്റെ എല്ല് കളഞ്ഞിട്ട് മാംസം മാത്രമാക്കിയിട്ട് എടുക്കാനുള്ള പരിപാടി ചെയ്യാം കേട്ടോ. അതിലേക്ക് എല്ല് പാടില്ലേ, മാംസം മാത്രമായിട്ട് കിട്ടണം. നല്ലപോലെ നമുക്കൊന്ന് കഴുകാം. ശേഷം നമുക്ക് സെറ്റാക്കാം. നമുക്കിതിങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ കാലിൻ്റെ പീസ് ഇങ്ങനെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. നല്ല പോലെ അങ്ങോട്ട് കഴുകിയിട്ട് നമുക്കത് ഇങ്ങോട്ട് എടുക്കണം. 3 എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല പോലെ കഴുകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ കൂടിയിട്ടാണ് ഇപ്പോൾ പുഴുങ്ങാൻ പോണ സമയമില്ലാത്തായിരുന്നേ. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് കഴുകാം കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ട്, പക്ഷെ പേടിയാ ചോദിക്കാൻ. അതിനോട് പേടിക്കാനായിട്ട് ഇവിടെ എന്താ വല്ല ബോംബ് വെക്കണ്ട. ഉരുളക്കിഴങ്ങ് കഴുകണല്ലേ, നിനക്ക് ചോദിക്കാൻ മാത്രം പേടി. നീ ആയതുകൊണ്ട്. അതാണ്. ഇത് ഉരുളക്കിഴങ്ങ് അല്ലാണ്ട് ബോംബല്ല. അപ്പൊ നമ്മളിത് കഴുകി കഴിഞ്ഞില്ല കേട്ടോ. നമുക്ക് അതിന്റെ കൂടെ തന്നെ ഇടാം.
കുറച്ച് വെള്ളം വെക്കുക. ഇട്ടു. ഇനിയിപ്പോ മഞ്ഞപ്പൊടിയും ഉപ്പും വേണം നമുക്ക്. ഇവിടെ ആണെങ്കിൽ അമ്മ അടുക്കളയിൽ കൈകാര്യം ചെയ്യണ തന്നെ നമുക്ക് ഈ സാധനമൊക്കെ എവിടെ ഇരിക്കണമെന്നൊരു പിടിയില്ല. മഞ്ഞപ്പൊടി കിട്ടിയില്ല. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക്. ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട അതിലേക്ക്. പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് പിന്നെ ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നിന്റെ അരിഞ്ഞു കഴിഞ്ഞില്ലേ? കൊറേ നേരം പിടിച്ചിരിക്കുന്നു. ദേ കഴിഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യല്ലേ? ആ മിളക് നടു പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയ. അത് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടി ചെയ്യണം. അത് ഞാൻ കാണിച്ചാൽ എന്നെ ചെയ്യണ്ടെന്നിട്ടാ. അതേ ഈ മിളക് ഇങ്ങനെ എടുക്കുക. ഈ മിളക് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ട ഇങ്ങനെ നടു ഇങ്ങനെ ഇങ്ങോട്ട് പൊളിക്കുക. പൊളിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ ഇതിന്റെ ഉള്ളിൽ കണ്ട ഈ സാധനങ്ങള് ഇതങ്ങോട്ട് എടുക്കുക. പൊളിച്ചാണ്ട് കളയരുതിട്ടാ. ആ കുരു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് മാറ്റുക. നേരത്തേക്ക് മാറ്റി കളയുക കേട്ടോ. നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പോണത്. കുരു എല്ലാം കളയുക. കുരു കളഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുക. എല്ലാത്തിന്റെ നമ്മളിതിന്റെ ഉള്ളിലേക്ക് ആ സാധനം ഫില്ല് ചെയ്യും കേട്ടാ. അപ്പൊ ഇതെന്തായിരുന്നുള്ള അവസ്ഥ നോക്കി വെക്കാം. വെന്തുണ്ടോ നോക്കി വെക്കാം കേട്ടോ. നമ്മളെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്, മുളക് വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് പിന്നെ തൊലിയും കാര്യങ്ങൾ കളഞ്ഞ് സെറ്റാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഈ ചിക്കൻ എടുക്കാം. വെള്ളം കൂടി കഴിഞ്ഞ് പോന്നോ. ഈ ചിക്കൻ ഇങ്ങനെ ഇതാക്കിയിട്ട് അടർത്തിയെടുക്കണം കേട്ടോ. എല്ല് കളഞ്ഞിട്ട്. നല്ല ചൂടുണ്ട്. അപ്പൊ അതിങ്ങനെ ഇന്നലെ കത്തി എന്തെങ്കിലും വെച്ച് തന്നെ അടർത്തി സാധനം കൂടെ എടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട് കേട്ടോ. എല്ല് പാടില്ല റെഡി ചെയ്യുമ്പോൾ. നമുക്കതിങ്ങനെ ഡ്രസ്സെടുക്കാം. ചൂടുള്ള കാരണമായിട്ടാണ് കത്തി ഉപയോഗിക്കണം. സമയമില്ലല്ലോ നമുക്ക്. നമുക്ക് ആവശ്യത്തിനുള്ള ഇതിങ്ങനെ ചെത്തെടുക്കുക. അടിപൊളി. ഇതിങ്ങനെ വെറുതെടുത്ത് തിന്നു കഴിക്കുക നല്ല രസമല്ലേ? ആണ് ഉരുളക്കിഴങ്ങിന്റെ ഫ്ലേവറും ഇതൊക്കെ ഇറങ്ങി വന്നിട്ട് അത് നമ്മുടെ ക്യാമറമാനെ കൈ ഉള്ളിലേക്ക് ക്യാമറമാനെ കൈ പുള്ളി ശരത്തിന്റെ കൈ അങ്ങോട്ട് പോകുന്നതിനുള്ളിലേക്ക് ശരത്തിന്റെ കൈ പുള്ളി നല്ല ചൂടുണ്ട്. അത് കാരണം കത്തി വെച്ചിട്ട് സെറ്റാക്കണത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സാധനം. ഇത് നമുക്ക് നല്ലപോലെ തന്നെ അരിഞ്ഞു കൊടുക്കണം. എന്നിട്ട് നോക്കിയിരിക്കണ ഇന്ന് ഉറങ്ങൊന്നും വേണ്ട. തിന്നിട്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിന്റെ തൊലിയൊക്കെ കളയേ. നന്നായിട്ട് നോക്കിയിരിക്കുക കണ്ണുരുട്ടിട്ട്. നിനക്ക് ഈ ഐഡിയ എവിടുന്ന് കിട്ടിയത്? ഈ ചിക്കനും മുളകും പൊട്ടറ്റോയും ഒക്കെ ഇത് ഐഡിയ കിട്ടിയെന്ന് പറയാനായിട്ടൊന്നുമില്ല. നമ്മളിപ്പോ എല്ലാവരും ഓരോരോ വെറൈറ്റികൾ ഇങ്ങനെ ചെയ്യണ്ടല്ലോ. അപ്പൊ അതിന്റെ പോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നിയതാണ് ഇങ്ങനെ ബജ്ജിയുടെ ഉള്ളില് മുളക് ബജ്ജിയുടെ ഉള്ളില് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്താലോ എന്നുള്ളത്. പക്ഷെ ചിലപ്പോ ഇതേപോലെ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ഞാൻ സാധാരണ ഒരു ബജ്ജി കടയിലൊന്നും കയറിയിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഒരു ഇതില് തോന്നിയിട്ട് നമ്മൾ ചെയ്യണം. നമ്മള് തൃശ്ശൂര് മിക്ക ബജ്ജി കടയിലും കയറിണ്ടിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല. ചിലപ്പോ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണില്ല, ചിലപ്പോ ഉണ്ടായിരിക്കാം എവിടെയെങ്കിലൊക്കെ. നമ്മുടെ ഇതിൽ നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മുടെ ഒരു ഐഡിയയിൽ തോന്നിയതാണ്. അതെങ്ങനെ ആവുന്നുള്ളത് നമുക്കറിയില്ല. തിന്ന് നോക്കുമ്പോ തന്നെ അറിയാം. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ നമ്മൾ ഇങ്ങനെ ചൂടുണ്ട്, നല്ലപോലെ ഉടയ്ക്കണം കേട്ടോ. നല്ലപോലെ ഉടയ്ക്കണം ഉരുളക്കിഴങ്ങ്. നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുള്ളൂ. മറ്റുള്ള സാധനങ്ങളോട് കയറി എന്നല്ല എൻ്റെ കൂടെ ചൂടുള്ള കാരണേ
കൈ കൊണ്ട് ഇങ്ങനെ ആക്കാൻ ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇപ്പം നല്ല പോലെ ഇങ്ങനെ ഉടയ്ക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഉടച്ചിട്ട് വേണം. നല്ല ചൂടുണ്ട്. അപ്പം അതിങ്ങനെ ഉടച്ച് നല്ല നോക്കി പുട്ടുപൊടി പോലെ അങ്ങോട്ട് ഉടയ്ക്കുക സാധനം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. 5 അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വേണമെന്ന വായോ പിടിച്ച് നിൽക്കാണ്ട് കൊണ്ടുപോയോ. ഞാൻ മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്ത ഇതിൽ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കേട്ടോ. കുറച്ച് പുതിന എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനമാണ്. ഇതാണ് അതിലേക്ക് ഇടാൻ പോകണം കേട്ടോ. എല്ലാം കൂടി മിക്സാണ്. ഒരുമിച്ച് അവളെ അരിഞ്ഞ് വെച്ചത്. ഓരോന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടായിരുന്നു. അവൾ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചു. ഇതിൽ പച്ചമുളക് അരിഞ്ഞിട്ടില്ല. പച്ചമുളക് എടുക്ക് പോയി കഴുകുക. എന്നിട്ട് അത് അരി കേട്ടാ. അവളോട് ഇപ്പം പറഞ്ഞത് ഞാൻ ആ പച്ചമുളക് അരിഞ്ഞിരുന്നു. ഇപ്പം അത് ചെയ്തില്ലേ. ഇവിടെ ഇരുന്നു ചെറുതാക്കി. ഇതിൽ കുറച്ച് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലേവർ ഇട്ടാൻ വേണ്ടി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ഉപ്പാട്ടോ. ഉപ്പൊക്കെ അവനാൻ്റെ അളവനുസരിച്ച് ഇട്ടോ. അതുപോലെ കുരുമുളക് പൊടി ഇടുമ്പോൾ അവനാൻ്റെ എരിവ് അനുസരിച്ച് ഇട്ടോട്ടോ. ഞാൻ എരിവിൽ കുറച്ച് മുന്നിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എരിവ് ഇടുന്നുണ്ട്. ഈ ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള കാരണം ഉപ്പ് അതിലിടുന്നില്ല. ഇത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ. മസാല ഇതൊക്കെ കൂടി അങ്ങോട്ട് ശരിക്കും സെറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് കുഴയ്ക്കണം. നല്ലപോലെ കുഴച്ചങ്ങോട്ട് സെറ്റ് ചെയ്ത് പിടിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വെക്കണം. നല്ല മണം വരുന്നില്ലേ. ഇതാണ്. കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ അങ്ങോട്ട് കഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നിറയ്ക്കണ പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മുക്കി പൊരിക്കാനായിട്ടുള്ള കടലമാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടലമാവ് ഇടുന്നുണ്ട് കേട്ടോ. കടലമാവ് ഇട്ടുണ്ട് കുറച്ച്. ഇനി കുറച്ച് മൈദ ഇടണം കേട്ടോ. മൈദ കുറച്ച് മതിയില്ല, എണ്ണ വേണ്ട. മൈദ കുറച്ച് ഇടുന്നത്. മൈദ ഇട്ടുണ്ട്. ഇതിരിക്കുന്ന നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടി ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച്
ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്കപ്പിരിക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇടാൻ നമ്മൾ മറന്നുപോയി. ഓർമ്മ വന്നപ്പോഴാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അത് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്ക് അവിടെ കടയിലൊക്കെ നല്ലപോലെ മുങ്ങി കൊടുക്കും. നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ. നമ്മൾ ആരോഗ്യം നോക്കുന്ന ആൾക്കാരായിരുന്നേ. എല്ലാം ഇതൊക്കെ പിടിച്ചു നിൽക്കണ്ടല്ലോ. എണ്ണ ചൂടായ കൈ നഴിക്കുന്നു. വെച്ച് നോക്കിയേ, വെച്ച് നോക്കടി, നോക്ക്. എണ്ണ വെന്തോന്നുള്ളൊന്ന് ഒഴിച്ച് നോക്കട്ടെ. ഒഴിച്ച് നോക്കാം സാമ്പായിട്ട്. എണ്ണ വെന്തിട്ടാ നല്ല പോലെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് മുളക്. അപ്പൊ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് എണ്ണ ചൂടായിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചുവന്ന കളറാവണ വരെ ഇട്ട് എടുക്കണം കേട്ടോ. കരിക്കരുത്. മാവ് വേവാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചുവന്ന കളറിലേക്ക് വരണം. അതായത് ഇങ്ങനെ മറച്ചും തിരിച്ചിട്ട് കൊടുക്കണം സാധനം. ചിലതിൽ മാവ് ഇത്തിരി കുറവുണ്ട്. നമ്മളിപ്പോൾ അത് സ്ഥിരം ആൾക്കാരിലല്ലോ. അപ്പം അതിൻ്റെതായ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഫോൾട്ടുണ്ടാവും. മറച്ച് തിരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗമൊന്ന് വേവണ്ട. ഇഷ്ടമാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മറച്ച് തിരിച്ച് കഴിച്ചു കൊടുക്കാം. കഴിച്ചൊക്കെ കൊള്ളാലോ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ശരത്ത് കഴിച്ചു നോക്കിട്ട് അതിനുണ്ടെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ചിക്കനും പൊട്ടറ്റോയും മിക്സൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. സ്നാക്സ് ആയിട്ടൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനത് കഴിക്കാറില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി വെറൈറ്റി ആയിട്ടുള്ള ഡിഷും ഉണ്ട്. ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.